നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയെ ജോർദാനെതിരെയുള്ള കളിയിൽ 60-ാമത്തെ മിനിറ്റിലാണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കോച്ച് ലയണൽ സ്കലോനി കളിക്കളത്തിലേക്ക് വിട്ടത്. കളി കഴിഞ്ഞിട്ടൊരു റിപ്പോർട്ടർ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനിയോട് ചോദിക്കുകയാണ്, ലയണൽ മെസ്സിക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണോ നിങ്ങൾ കളിക്കളത്തിലേക്ക് വിട്ടത്? സ്കലോനി ചോദിച്ചു, നിങ്ങൾ സീരിയസ് ആയിട്ട് എന്നോട് ചോദിക്കുകയാണത്? അല്ല, ഞാൻ എന്താണ് മെസ്സിയെ പഠിപ്പിക്കേണ്ടത്? എന്ത് ഇൻസ്ട്രക്ഷനാണ് ഞാൻ മെസ്സിക്ക് കൊടുക്കേണ്ടത്? നിങ്ങളിത് സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. റിപ്പോർട്ടർ, അല്ല, മേ ബി നിങ്ങൾ ഒരു പക്ഷേ അവിടെ മൂവ് ചെയ്യണം, കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ സൈഡിലൂടെ ബോളും കൊണ്ട് വേണം ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കൂലേ സാധാരണ കളിക്കാരോട്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. സ്കലോനി ഒന്നങ്ങ് പൊട്ടിച്ചിരിച്ചു. ദാറ്റ്സ് ക്രേസി. അതായത് മെസ്സി 10-55 മിനിറ്റ് ഓൾറെഡി അവിടെ കളി കണ്ടിരുന്നയാളാണ്. അദ്ദേഹത്തിന് എന്താണ് കളിക്കളത്തിൽ നടക്കുന്നത് എന്നുള്ളത് എല്ലാവരേക്കാളും നന്നായിട്ട് മനസ്സിലാവും. എന്നിട്ട് പിന്നെ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞു കൊടുക്കണമെന്നോ? ഇറ്റ് ഡസൻ നീഡ് ദാറ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അത് ടീമിൻ്റെ ഷേപ്പ്, അതായത് സ്ട്രക്ചർ മാറ്റണോ, ഏതെങ്കിലും പ്രത്യേക രൂപത്തിൽ അറ്റാക്ക് ചെയ്യണോ, ഇതൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഒരു ഗെയിം മാനേജ് ചെയ്യണമെന്ന്. പക്ഷേ ലയണൽ മെസ്സിയെ എങ്ങനെ ഫുട്ബോൾ കളിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പം സ്കലോനി പറഞ്ഞത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെസ്സിയെ പോലെ ഒരാളെ കോച്ച് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റെല്ലാ താരങ്ങൾക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പോലെ മെസ്സിക്ക് നിർദ്ദേശം കൊടുത്താൽ മെസ്സി പക്ഷേ കോച്ച് കാണുന്നതിനേക്കാളും മുകളിൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അത് തന്നെയാണ് സ്കലോനി പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.